ഹായ് ആൾ, വെൽക്കം ടു ദി യൂട്യൂബ് ചാനൽ ഇവൻറ്റ് വീഡിയോസ്. ഇന്ന് ഞങ്ങൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഒഫീഷ്യൽ മെമ്പർഷിപ്പ് എടുക്കാമെന്നുള്ളതാണ്. ഞങ്ങൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു, അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മെമ്പർഷിപ്പ് കിറ്റ് അൺബോക്സിങ്. കാണാത്തവർ നിങ്ങൾക്ക് കാണാൻ ഞങ്ങൾ ഈ ലിങ്ക് ഈ വീഡിയോയിലൂടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഈ അൺബോക്സിങ് വീഡിയോ ഒരിക്കൽ കണ്ടിരിക്കുന്നത് നല്ലതാണ്, കാരണം നമ്മളൊരു മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ അതിനോട് കിട്ടുന്ന മെമ്പർഷിപ്പ് കിറ്റിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നമുക്ക് നേരത്തെ മനസ്സിലാകും. നമ്മൾ ഓരോ മെമ്പർഷിപ്പിനും ഓരോ പ്രൈസാണ്. ഇപ്പം നല്ലൊരു പ്രൈസ് കൊടുത്ത് മേടിക്കുമ്പോൾ അതിനകത്ത് ഐറ്റംസൊക്കെ നമുക്ക് വാല്യൂ ഉള്ളതാണോ എന്നറിഞ്ഞിട്ട് മേടിക്കുന്നതായിരിക്കും നല്ലത്. ഓൾറെഡി ഞങ്ങൾ കുറച്ച് ലിങ്ക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതായത് മെമ്പർഷിപ്പ് എങ്ങനെ എടുക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് പോളോ ടീഷർട്ട്സ് അല്ലെങ്കിൽ ഫാൻ ജേഴ്സി എവിടെ നിന്നാണ് മേടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേ ലിങ്ക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും പല യൂസേഴ്സും പല ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. നമുക്കിതെങ്ങനെയാണ് മേടിക്കുന്നത്, അവർക്കൊന്ന് പറഞ്ഞു തരാമോ, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ളവർക്ക് എങ്ങനെ കിട്ടും എന്നുള്ള കുറേ ഡൗട്ട്സുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മെമ്പർഷിപ്പ് എങ്ങനെ എടുക്കേണ്ടതെന്ന് നോക്കാം. മെമ്പർഷിപ്പ് എടുക്കുന്നതിന് വേണ്ടി നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറേണ്ടതായിട്ടുണ്ട്, അതായത് keralablasters.fc.in. അപ്പോൾ നിങ്ങൾ ഡെസ്ക്ടോപ്പ് ബ്രൗസറിൽ നിന്ന് ആദ്യമായിട്ട് കയറുകയാണെങ്കിൽ ഫസ്റ്റ് ടൈമിൽ http://www.keralablasters.fc.in തന്നെ കൊടുക്കണം. കാരണം ഫസ്റ്റ് ടൈം ലോഗിൻ അത്രയും കൊടുക്കേണ്ടിയിരിക്കും. പിന്നെ സെക്കൻഡ് ടൈം ആക്സസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി keralablasters.fc.in തന്നെ വന്നോളൂ. ഇത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിരിക്കുകയാണ്. നമുക്ക് കയറുമ്പോൾ തന്നെ കാണാം അപ്കമിങ് ഫിക്സ്ചേഴ്സ്, അടുത്ത മത്സരങ്ങൾ എന്നൊക്കെയാണെന്നുള്ള എഫ് സി പൂനെ സിറ്റി ആയിട്ട് 2 ഫെബ്രുവരി, ATK ആയിട്ട് 9 ഫെബ്രുവരി കുറച്ച് മത്സരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പോയിൻറ്റ്സ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സ് 7ാമത്തെ പൊസിഷനിൽ തന്നെ തുടരുന്നു 13 മാച്ചസിൽ, അതായത് 17 പോയിൻ്റായിട്ട് 7ാമത്. വളരെ ടഫാണ്. ആദ്യത്തെ 4 കയറി പറ്റുക എന്നുള്ളത് വളരെ ടഫായിട്ടുള്ളൊരു സ്ഥിതിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കേസ്. കാരണം ആദ്യത്തെ 4 ഉള്ളവർ തന്നെ മാച്ചസ് പ്ലേ ചെയ്തത് 12ഉം 11ഉം ഒക്കെ അവർ കളിച്ചിട്ടുള്ളൂ. നല്ല പോയിൻറ്റ്സും ഉണ്ട് അവർക്ക്. കേരളം ആണെങ്കിൽ 13 കളിയും കളിച്ചിട്ടുണ്ട്. 4 പൊസിഷനുള്ള ടീംസിൽ ഏതെങ്കിലും 2 ടീംസ് തുടർച്ചയായിട്ട് 1-2 കളികളിൽ പരാജയപ്പെടുകയും കേരളം എല്ലാ കളിയിൽ ജയിക്കുകയും നല്ല മാർജിൻ ഗോളോടെ കയറുകയാണെങ്കിൽ ആദ്യത്തെ 4 പൊസിഷനിൽ ഏതെങ്കിലും ഒന്നിൽ കേരളത്തിന് കയറിയും സെമിയിൽ കയറുകയും ചെയ്യാം. നമുക്കത് പ്രാർത്ഥിക്കാം, അത്ഭുതങ്ങൾ നടക്കട്ടെ, ചരിത്രം ആവർത്തിക്കട്ടെ. പിന്നെ താഴോട്ട് കൊടുത്തിരിക്കുന്ന ന്യൂസ് ലെറ്റേഴ്സും പിന്നെ കുറച്ച് പ്രസ് റിലീസസൊക്കെയാണ്. നിങ്ങൾക്കത് കയറുമ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് നമ്മുടെ വീഡിയോ ആയ എങ്ങനെ മെമ്പർഷിപ്പ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനകത്ത് ഡയറക്റ്റ് പോകാം. ഇപ്പോൾ മെനുവിൽ ഏതൊരു മെനു ബട്ടൺ കാണും അവിടെ. അത് ഒരു കുറേ ഓപ്ഷൻസ് ഉണ്ട്. ടീം ന്യൂസ്, മെമ്പർഷിപ്പ്, ഫുട്ബോൾ സ്കൂൾസ്, മാച്ചസ്, മെർച്ചൻഡൈസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മെമ്പർഷിപ്പിലാണ് നമുക്ക് കയറേണ്ടത്. മെമ്പർഷിപ്സിൽ കയറുക. ഇപ്പോൾ മെമ്പർഷിപ്സിൽ കയറുമ്പോൾ നിങ്ങൾക്ക് കാണാം കുറേ മെമ്പർഷിപ്പ് കൊടുത്തേക്കുന്നത്, അതായത് ജൂനിയർ മെമ്പർഷിപ്പ്, ടസ്കർ മെമ്പർഷിപ്പ്, മൈറ്റി ടസ്കർ മെമ്പർഷിപ്പ്. ഞങ്ങൾ ഓൾറെഡി ചെയ്ത വീഡിയോയുടെ അൺബോക്സിങ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അത് അതർത്ഥം മൈറ്റി ടസ്കറിൻ്റെ അൺബോക്സിംഗ് ആണ്. 2999 പ്ലസ് GST എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഫൈനൽ എമൗണ്ട് വരുമ്പോൾ ഏകദേശം 3500 വരും. ഈ ജൂനിയർ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ കിഡ്സ് ബിലോ ഏജ് 16, 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള മെമ്പർഷിപ്പ് കാണാറുണ്ട്. അതായത് 999 പ്ലസ് GST കിട്ടും. പക്ഷേ അത് ഫൈനൽ പ്രൈസ് വരുമ്പോഴത്തേക്ക് ഏകദേശം നോക്കുമ്പോൾ 1178 ഇത്ര റുപ്പീസ് വരും GST ഒക്കെ വരുമ്പോഴത്തേക്ക്. ഇത് കണ്ടൻസ് എന്തോന്ന് പറയുന്നില്ല. ഇതിൻ്റെ രജിസ്ട്രേഷൻ എല്ലാ മെമ്പർഷിപ്പിനും സെയിം ആണ്. അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും, പക്ഷേ എമൗണ്ട് മാത്രം മാറും. പിന്നെ അതിനകത്ത് കിട്ടുന്ന കണ്ടൻസ് മാറും. അതായത് ജൂനിയർ മെമ്പർഷിപ്പിനകത്ത് ഏതൊക്കെയാണ് മെമ്പർഷിപ്പ് കാർഡ്, ലെറ്റർ, ബോട്ടിൽ, പൗച്ച്, പ്ലാസ്റ്റിക്, അത്രയൊക്കെ ഉള്ളൂ ജൂനിയർ. അതായത് 16 വയസ്സിന് താഴെയുള്ള മെമ്പർഷിപ്പ് കാർഡാണ് ഈ ജൂനിയർ എന്ന് പറയുന്നത്. ടസ്കർ എന്ന് പറയുന്നത് 16 വയസ്സിന് എബവ് ഉള്ളവർക്ക് വേണ്ടിയുള്ള, അതായത് നമ്മളെപ്പോൾ ഉള്ളവർക്ക് വേണ്ടി ഇടാം. പക്ഷെ അതിൻ്റെ അകത്തും കിട്ടുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് എന്താണ്, മെമ്പർഷിപ്പ് കാർഡ്, ലെറ്റർ, ബട്ടൺ, ബാഡ്ജ്, സിപ്പർ ബോട്ടിൽ, കാർ സ്റ്റിക്കർ, നോട്ട് പാഡ്, സ്കാർഫ്, കീ ചെയിൻ. പക്ഷേ ഇതിൻ്റെ കൂടെയും മറ്റേ ടീഷർട്ട്സോ ഒന്നും കിട്ടുന്നില്ല.
1499 പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഫൈനൽ എമൗണ്ട് എന്ന് പറയുമ്പോൾ ജോയിൻ നോക്കാം. ഫൈനൽ എമൗണ്ട് ഏകദേശം 1768 വരുന്നുണ്ട് പ്ലസ് GST 1499. സോ അതിലും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലെന്ന് തന്നെ പറയാം. പിന്നെ ഫൈനലായിട്ടുള്ള നൈറ്റ് ഡെസ്ക് 2999. നേരത്തെ പറഞ്ഞു ഇതിൻ്റെ കൂടെയാണ് 2 പോളോ ടീഷർട്ടും കിട്ടുന്നത്. അതൊരു ബ്ലാക്ക് ടീഷർട്ടും ഒരു യെല്ലോ ടീഷർട്ടും കിട്ടും. ബാക്കി ബോട്ടിലും കണ്ടൻറ്റൊക്കെ നോർമോറിനകത്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാം എന്തൊക്കെ കിട്ടുമെന്ന്. അതായത് പോളോ ടീഷർട്ടും ബാക്കി എക്സ്ക്ലൂസീവ് പ്രിവിലേജസ് എന്ന് പറയുന്ന സെയിം കണ്ടൻറ്റ്, ബാഡ്ജും കാറിൻ്റെയും സ്കാർഫും അതെല്ലാം കിട്ടും. ഇതിൻ്റെ രജിസ്ട്രേഷൻ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ 3ൻ്റെ രജിസ്ട്രേഷൻ സെയിം ആണ്. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കയറുമ്പോൾ ഇമെയിലും പാസ്വേഡും കൊടുത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം രജിസ്ട്രേഷൻ ആണെങ്കിൽ ഇതിൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കേണ്ടി വരും. ഇമെയിൽ, പാസ്വേഡ്, പേഴ്സണൽ ഡാറ്റ എന്നുണ്ടെങ്കിൽ അപ്ലോഡ് ഫോട്ടോ ചെയ്യും. നമ്മളൊരു പേഴ്സണൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അതെങ്കിൽ അത് നമ്മൾ സൈൻ ഇൻ ചെയ്യുമ്പോൾ നമ്മുടെ ഫോട്ടോ ഇങ്ങനെ ഡിസ്പ്ലേ ആയി കാണിക്കും, പ്രൊഫൈൽ പിക്ചറിൻ്റെ തൊട്ട്. നാഷണാലിറ്റി നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നിക്കും, എന്തിനാണ് ഒരു നാഷണാലിറ്റി കൊടുത്തേക്കുന്നത്? ഇപ്പം കുറേ രാജ്യത്തിൻ്റെ കൊടുത്തിട്ടുണ്ടല്ലോ. പക്ഷേ ഇതിപ്പോൾ നിങ്ങൾ ഏത് നാഷണാലിറ്റി കൊടുത്താലും ഈ പ്രോഡക്റ്റ് ഡെലിവറി ഇന്ത്യയിൽ മാത്രമേ വരത്തുള്ളൂ. ഇപ്പം പലരും ചോദിക്കുകയുണ്ടായി, ഇന്ത്യക്ക് പുറത്ത് ഒരു ഡെലിവറി ഉണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാനുള്ളത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹോം അഡ്രസ്സ് കൊടുക്കുക തൽക്കാലം. എന്നിട്ട് നിങ്ങൾക്ക് അത്ര അത്യാവശ്യമായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് കിറ്റ് നിങ്ങളുടെ വീട്ടിലെത്തും. വീട്ടിൽ നിങ്ങൾ ആരെങ്കിലും ഫ്രണ്ട്സിനെ കൊണ്ടാകണം നിങ്ങളുടെ ഇന്ത്യക്ക് പുറത്തുള്ള അഡ്രസ്സിലേക്ക് അയക്കാം. പക്ഷേ അതൊന്നും എടുക്കുമെന്ന് തന്നെ ഒരു പിടിയില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് മെമ്പർഷിപ്പ് രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ. ഇതെല്ലാം രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് KBFC എന്നൊരു ഒഫീഷ്യൽ മെയിൽ വരും, നിങ്ങൾ രജിസ്റ്റർ ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ്. അത് കഴിഞ്ഞ് ഒരാഴ്ച എടുക്കും ഈ മെമ്പർഷിപ്പ് കിറ്റ് ആക്ടിവേറ്റ് ആവാൻ. അപ്പോൾ ഞാനൊരു ഓൾറെഡി രജിസ്റ്റർ ചെയ്ത എൻ്റെ ഒരു അക്കൗണ്ടിൻ്റെ കാണിക്കാൻ ഒരു മെമ്പർഷിപ്പ് ഫോട്ടോയൊക്കെ അവർ കൊടുത്തേക്കും. ഇതാണ് എൻ്റെ മെമ്പർഷിപ്പ് സ്റ്റാറ്റസ്. മെമ്പർഷിപ്പ് അക്കൗണ്ട് സ്റ്റാറ്റസ് ആക്റ്റീവ്, മെമ്പർഷിപ്പ് സ്റ്റാറ്റസ് പ്രോസസ്സിങ്. ആക്ച്വലി എനിക്ക് മെമ്പർഷിപ്പ് കിറ്റ് കിട്ടി, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് പ്രോസസ്സിംഗ് എന്ന് കാണിക്കുന്നത്. അത് ഏകദേശം ബഗ്ഗായിരിക്കാം. ഒരു മെമ്പർഷിപ്പ് അക്കൗണ്ട് സ്റ്റാറ്റസ് ആക്റ്റീവ് ആയതിനു ശേഷം നിങ്ങൾക്കൊരു ഒഫീഷ്യൽ മെയിൽ KBFC നിന്ന് കിട്ടും. അതായത് ഒഫീഷ്യൽ മെയിൽ ഇതുപോലെ കിട്ടും. ഡിയർ ട്രൂ എല്ലാം നമുക്ക് ട്രാക്കിംഗ് ID എന്ന് പറഞ്ഞാൽ DTDC വഴി അവർ കൊറിയർ അയക്കും. നിങ്ങൾക്ക് ട്രാക്കിംഗ് നമ്പർ അവർ അയച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് ഈസിയായിട്ട് ട്രാക്ക് ചെയ്യാം, നിങ്ങളുടെ കൊറിയർ എവിടെ എത്തി നോക്കാം. വേറെ ഈ മെയിൽ കിട്ടിയാൽ ഓൾറെഡി നിങ്ങളുടെ കൊറിയർ ഡിസ്പാച്ച് ആയിട്ടുണ്ടെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇത് കിറ്റ് വേണ്ട. ഞാൻ ഓൾറെഡി ഞങ്ങളൊരു അപ്ലോഡ് വീഡിയോ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് ഇത് 3500 രൂപ കൊടുത്തിട്ട് ഇത് മേടിക്കണോ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പം കൺഫ്യൂഷൻ ഉണ്ടായി കാണും. അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ടീഷർട്ട്സ്, അതായത് അവർ കൊടുത്തിരിക്കുന്ന ടീഷർട്ട്സ് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അഡ്മിറൽ സൈറ്റിൽ നിന്ന് മേടിക്കാം. പോളോ ടീഷർട്ട്സാണിത്, 899. അത് ബ്ലാക്കിലും യെല്ലോയിലും വരുന്നുണ്ട്. യെല്ലോ ആണ്, ഇത് ബ്ലാക്ക് കുറച്ചും കൂടി നല്ലതാണ്. അത് 899. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാൻ ജേഴ്സി തന്നെ മേടിക്കാം. ഈ ഫാൻ ജേഴ്സി നിങ്ങൾക്ക് അറൗണ്ട് 499 റുപ്പീസിന് കിട്ടും. ഞാൻ ഈ ഫാൻ ജേഴ്സിയുടെയും പോളോ ടീഷർട്ട്സിൻ്റെ എല്ലാം URLs ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് വിസിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കുകയും ചെയ്യാം. നിങ്ങളുടെ സൈസിനനുസരിച്ച് പോളോ ടീഷർട്ട്സും ഫാൻ ജേഴ്സിയും വേണം. സോ ഹോപ്പ് യു ഗായ്സ് ലൈക്ക് മൈ വീഡിയോ. നമ്മൾ കണ്ട പ്രൊസീജിയർ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയാണ് മെമ്പർഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വാല്യൂവായിട്ട് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ടീഷർട്ട് മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് ടീഷർട്ടോ ഫാൻ ജേഴ്സിയോ അല്ലെങ്കിൽ അഡ്മിറലിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങിക്കാം. ഹോപ്പ് യു ഗൈസ് ലൈക്ക് അവർ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ Yuban Videos for more useful videos like this. Have a nice day.